ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു സെഷനിൽ കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സൂരജ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. യെസ്, ഏതായാലും മാർക്കറ്റിലേക്ക് തന്നെ പോകാം. ആദ്യ നിമിഷങ്ങളിൽ മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മിനിറ്റുകൾക്ക് ശേഷം ഒരു ആദ്യ 15 മിനിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 24,500 എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഒരു ഡേ ഹൈ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 20ഓളം പോയിന്റുകളുടെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ഇടിവിലാണ് ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 176 പോയിന്റുകളുടെ ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൽ അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നേട്ടമായിരുന്നു, ഇന്നിപ്പോൾ ഒരു നേട്ടത്തിൽ ആരംഭിച്ച് ഇപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ ആയിട്ടുള്ള ഒരു മോഡിലേക്ക് വിപണി മാറുകയാണ്. സൂരജ് സാർ, നമ്മൾ മാർക്കറ്റ് ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിലേക്ക് തന്നെ, ആ ഒരു വാർത്തയിലേക്ക് തന്നെ പോകാം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വരുന്നു. ഈ ഒരു പ്രതിരോധ മുന്നൊരുക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ണെന്നുണ്ടെങ്കിൽ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ മാസം 7-ന്, അതായത് നാളെ, സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഓൾറെഡി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു പുറമെ ഈ ഒരു ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു സപ്പോർട്ട് കൂടി ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നീക്കത്തിൽ കൂടെ നിൽക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഓൾറെഡി സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് പോയി കഴിഞ്ഞിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും. അതിനപ്പുറത്തേക്ക് തന്ത്രപരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ലോക നേതാക്കൾ ഇന്ത്യക്ക് സപ്പോർട്ടുമായി എത്തുന്നു. അങ്ങനെ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാകുന്ന രീതിയിലാണ് ഉള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ പാക് ബന്ധം വഷളാകുന്ന ഒരു സമയം വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമന്റ് വന്നിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടി മാർഗം അല്ല എന്നുള്ളതാണ്, നടപടികളല്ല മാർഗം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷം ലഘൂകരിക്കാനായിട്ട് ഏത് തരത്തിലുള്ള സഹായത്തിനും ഐക്യരാഷ്ട്രസഭ തയ്യാറാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്ററികൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂവിലേക്ക് മാറുകയാണ് ഈ ഒരു ഇന്ത്യ പാക് സംഘർഷം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജാസ്മിൻ, ഈ പറഞ്ഞ പോലെ ശരിയാണ്. അതായത് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആയിട്ട് മാറുകയാണ്. അതായത് ഒരു സിവിലിയൻ മോക്ക് ഡ്രില്ല് ചെയ്യാനായിട്ട് എല്ലാ സ്റ്റേറ്റ്സിനും ഒരു ഇത് കൊടുത്തു എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റീവും വന്നിട്ടുണ്ട് എന്നുള്ള. അതായത് കൂടുതൽ സ്റ്റുഡൻസിനെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈറൺ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. പണ്ടത്തെ കാലങ്ങളിൽ ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ഇൻഡോ പാക് യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ വന്നതിന് ശേഷം ഇത്ര സ്പെസിഫിക് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യണമെന്നും, ഉള്ളത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് പുറത്തോട്ട് കാണരുത്. അതായത് പുറത്തുനിന്നൊരു ഫ്ലൈറ്റ് പോകുമ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഒരു ലൈറ്റ് വെച്ച് ഒരു ലാൻഡിനെ ഐഡന്റിഫൈ ചെയ്യരുത്, ഒരു വെളിച്ചം വെച്ചിട്ട് ഒരു സ്ഥലത്തിനെ ഐഡന്റിഫൈ ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പണ്ട് നടന്നിരുന്നുള്ളൂ. ബട്ട് ഇപ്പം അതൊക്കെ മാറി, ടെക്നോളജിക്കൽ വാർഫെയർ ഒരുപാട് മാറിയ സ്ഥിതിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ബട്ട് എനിക്ക് തോന്നിയത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെയും ലോകമെമ്പാടും ആൾക്കാരെയും മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒന്നാമത്തെ കാര്യങ്ങൾ സ്ഥിരമായിട്ടായിരിക്കില്ല. അതായത് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഡിഫൻസ് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ നടക്കുന്നു, അല്ലെങ്കിൽ ഡിഫൻസ് ചീഫുകൾ വന്ന് കാണുന്നു, നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ആയിട്ട് മീറ്റിംഗ് നടത്തുന്നു. ഇതൊക്കെ നമ്മളെ ഓഫ് ദ ഗാർഡ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. അതായത് എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ അഭിപ്രായമാണിത്. ദ പ്ലാൻ ഇസ് സെറ്റ്, ദ ഡേറ്റ് ഹാസ് ബീൻ ഫൈനലൈസ്ഡ്. അതായത് എന്ത് ഈവെന്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഫൈനലൈസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഫേക്കിംഗ് ദ എനിമി, ഫേക്കിംഗ് ദ എനിമി എന്നുള്ള ഒരു കാര്യം. രണ്ടാമതൊരു നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി, ഇപ്പം നാഷണൽ ഡ്രില്ല് പറഞ്ഞല്ലോ, സിവിലിയൻ ഡ്രില്ല് എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരെയും ഒരൊറ്റ പേജിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കം. 3, ലോകരാഷ്ട്രങ്ങളായിട്ടുള്ള ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കുക, അതായത് ഇതിനുള്ള കൺസെൻസസ് ഒക്കെ സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള ഒരു 4-5 ഉദ്ദേശത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള.
ആൻഡ് ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് ബൈയിങ് ടൈം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് എനിമിയെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള. അതായത് ഇപ്പൊ പാകിസ്ഥാൻ ഈസ് ഓൺ ഹൈ അലർട്ട് റൈറ്റ് നൗ. അവരിപ്പോ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഒരു യുദ്ധം വന്നാൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അത് മാത്രമല്ല ദിസ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി ആസ് വെൽ. അങ്ങനത്തെ ഒരുപാട് സൈക്കോളജിക്കൽ വാർഫെയർ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ ബാലക്കോട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റേ ഉറിയുടെ കാര്യത്തിലായാലും നമ്മൾ LOC ക്രോസ് ചെയ്തിട്ട് ടെററിസ്റ്റ് ക്യാമ്പ്സിലാണ് നമ്മൾ തട്ടിയത്. നമ്മൾ ഒരിക്കലും മെയിൻലൻഡ് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. എക്സെപ്റ്റ് ഈ പാകിസ്ഥാൻ ആർമിയായിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 30-40 കൊല്ലമായിട്ട് നമ്മൾ പാകിസ്ഥാൻ ആർമിയായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് വന്നിട്ടുള്ളത് കാർഗിൽ സമയത്ത് മാത്രമേ. അല്ലാതെ നമ്മൾ പാകിസ്ഥാൻ ആർമിയായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്റ്റും വന്നിട്ടില്ല. വി വെയർ ഫൈറ്റിംഗ് ദ ടെററിസ്റ്റ് അക്രോസ് LOC എന്നുള്ള ഒരു കാര്യത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ പഹൽഗാമിൽ നടന്ന ആ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡന്റിലും നമുക്ക് ഈ പറയുന്നത് ഇറ്റ് ഹാപ്പൻഡ് ഇൻസൈഡ് ദ ഇന്ത്യൻ ബൗണ്ടറി എന്നുള്ള. അപ്പൊ ഇപ്പോഴും നമ്മൾ ഇനി എന്തൊക്കെ തെളിവ് കൊണ്ടുവന്നാലും പാകിസ്ഥാൻ അത് നിരസിക്കുന്നിടത്തോളം കാലം ദിസ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ ബിറ്റ്വീൻ ടു കൺട്രീസ്. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്നുള്ള. ഈവൻ വേണമെങ്കിൽ പാകിസ്ഥാൻ മൈ tend to prove that this is an inside job എന്ന് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു അക്രോസ് ദ ബോർഡർ ഒരു ഫൈറ്റ് ആവാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഫിയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു ദിസ് ഈസ് എ എഡ്യൂക്കേറ്റഡ് ഗസ്. അല്ലാതെ ഞാൻ ആലോചിക്കുന്നതും പ്രേക്ഷകർ ആലോചിക്കുന്നതും ഒക്കെ സെയിം തന്നെ ആയിരിക്കും. എങ്കിലും ഞാൻ എൻ്റെ പോസിബിലിറ്റി ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ചിൽ ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് പാകിസ്ഥാൻ ആർമിയായിട്ട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്താണ് ഇന്ത്യ പ്ലാൻ ചെയ്യണത്? അത് പാകിസ്ഥാൻ ഇൻസൈഡ് ജോബ് എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയില്ല. കാര്യം അവർ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളും കൈമലത്തി കാണിക്കും. ഇപ്പോൾ പഹൽഗാമിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ കൈമലത്തി കാണിക്കും പോലെ പാകിസ്ഥാനിനകത്ത് പാകിസ്ഥാനിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ അത് ബലൂചിസ്ഥാൻ എന്താ പറയുക റെബൽസിൽ നിന്നാണോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ റെബൽസിൽ നിന്നാണോ ഒന്നും പിടിയില്ല. അതിനകത്ത് അതായത് നമ്മൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കേൾക്കുന്നില്ല. അൺഐഡന്റിഫൈഡ് ഗൺമാൻ ഷൂട്ട്സ് ടെററിസ്റ്റ് അല്ലെങ്കിൽ മറ്റേ നേതാവ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ നേതാക്കന്മാരെയൊക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ പുറകിൽ ഇന്ത്യൻ ഗവൺമെൻറ് പങ്കുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. അതിനകത്തൊരു സിനിസ്റ്റർ ആയിട്ടുള്ള ഒരു മീനിങ് അതിനകത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ആലോചിക്കണം. അത് ഈ പറയുന്ന പോലെ അവിടെയുള്ള ഉള്ളിൽ തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിരിക്കും സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പഴയ പോലെ സർജിക്കൽ സ്ട്രൈക്കോ അങ്ങനെയൊന്നും ആവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ദേ ആർ ഓൾസോ പ്രിപ്പയർഡ് എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. ആൻഡ് ഇറ്റ് മൈറ്റ് അമൗണ്ട് ടു എൻ എസ്കലേഷൻ ഇൻ ടു എ വൈഡർ റേഞ്ച്. ഒന്നത് പാകിസ്ഥാൻ ഈസ് എ ക്രൈ ബേബി റൈറ്റ് നൗ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇത് എസ്കലേറ്റ് ചെയ്യണം. അതിനാണ് അവരവിടെ കുറെ ഡ്രില്ലുകൾ കാണിക്കുന്നത്. അതായത് സ്കൂൾസ് ഒഴിപ്പിക്കുന്നു, എല്ലാത്തിനും റെഡിയാണെന്ന് പറയുന്നു, എത്രയോ മിസൈലുകൾ ഇന്ത്യയിലേക്ക് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാണെന്ന്. അതായത് നമ്മുടെ ഒരു പ്രൊവോക്കേഷൻ മതി അതൊരു വലിയ രീതിയിലേക്ക് മാറ്റാൻ എന്നുള്ള രീതിയിലേക്കാണ് അവർ നിൽക്കുന്നതിന്. അവർക്ക് അതിൻ്റേത് എന്തോ ആയിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ വിൽ ഫോൾ ഇൻ ടു ദെയർ പ്ലാൻ. അവരുടെ പ്ലാനിലേക്ക് നമ്മൾ വീഴും തോന്നുന്നില്ല. ദിസ് കുഡ് ബി എ ഇൻസൈഡ് ജോബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബേസിക്കലി എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈം മിനിസ്റ്റർ അന്ന് ബീഹാറിൽ ഒരു റാലിയിൽ അദ്ദേഹം ബേസിക്കലി അതൊരു ഹിന്ദി സ്പീക്കിംഗ് ക്രൗഡാണ്. ആ ഭോജ്പൂരി ബിഹാരി ഹിന്ദി സ്പീക്കിംഗ് ക്രൗഡിൻ്റെ ഇടയിൽ അദ്ദേഹം വേൾഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു ഇംഗ്ലീഷിലാണ് കുറച്ച് ലൈൻസ് അദ്ദേഹം പറഞ്ഞത്. അത് എനിമി ആരാണെന്ന് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എത്ര ദൂരം വേണമെങ്കിലും പോയി അവിടെ ചെന്ന് അവരുടെ പുറകെ പിന്തുടരും. അതുമാത്രമല്ല അവർക്ക് സഹായം കൊടുക്കുന്നവരെയും ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു സ്പെസിഫിക് മീനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ക്രോസ് ബോർഡർ ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മെയിൻ ടാർഗറ്റ് ഈ പറയുന്ന പോലെ ഹാഫിസ് സെയ്ദും മൗലാന മസൂദ് അസദും എന്ന് പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡേഴ്സ് ആയിരിക്കാം. അവരെ ഇപ്പോൾ പാകിസ്ഥാൻ ആർമി ഏറ്റവും ബെസ്റ്റ് സെക്യൂരിറ്റി കവറാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 2-3 ഇൻസൈഡ് ജോബ് ഓപ്പറേഷൻസ് അത് ആരാ നടത്തിയെന്നറിയില്ല, ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. ബട്ട് അതെല്ലാം ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു. 2 പേരും രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് കാര്യം. അത്രയ്ക്ക് മാത്രം എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ ഒരു ഹൈ ഒഫീഷ്യലിന് കൊടുക്കുന്ന അത്രയും തന്നെ സെക്യൂരിറ്റി മൗലാന മസൂദ് അസറിനും ഹാഫിസ് സെയ്ദിനും പാകിസ്ഥാൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ കാര്യത്തിലും നമുക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇവരാണോ ടാർഗറ്റ് എന്നുള്ള കാര്യം അറിയില്ല. അത് എങ്ങനെയാണ് ഇപ്രാവശ്യം അത് നടക്കാക്കണമെങ്കിൽ സക്സസ്ഫുൾ ആവുമോ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാ മുൻനിര മാധ്യമങ്ങളും അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പേർട്സും ഒക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കഷനാണ്. കാര്യം ഇന്ത്യ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ബട്ട് ഈവൻ ദെൻ ഇന്ത്യ ഈസ് ടേക്കിംഗ് ഇറ്റ്സ് ഓൺ ടൈം. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എന്താ താമസിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, അറ്റ് അവർ ചൂസിങ് എന്നുള്ള രീതിയിൽ
ആർമിക്ക് കൊടുത്തേക്കാണ്. ആർമി പറയണ അറ്റ് അവർ ചൂസിങ്, അതായത് ഞങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത്, ഞങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളത്. അതിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ക്യാബിനറ്റ് ആർമിക്ക് അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന് നമ്മൾ അതിന്റെ പൂർവാധികം അധികാരം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇറ്റ് ഈസ് ഓൾ ലെഫ്റ്റ് ടു ദം. അവർക്ക് എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഉൾക്കൊണ്ട് വേണം അവർക്കൊരു തീരുമാനം എടുത്തിട്ട് പോകാൻ എന്നുള്ളതാണ് ഈ പൽഗാം അറ്റാക്കിനെ കുറിച്ച് എനിക്ക് പ്രിഫൈസ് ആയിട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. അതായത് ചേനാബ് റിവറിൽ 2 ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്, അതായത് 2 ഡാം. അതിൽ നിന്നുള്ള വാട്ടർ ഇന്ത്യ കൺട്രോൾ ചെയ്ത് തുടങ്ങി എന്നുള്ളത്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അതിന് പറയുന്ന കാര്യം റിസർവോയർ ഫ്ലഷിംഗ് എന്നാണ്. റിസർവോയർ ഫ്ലഷിംഗ് എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ, നമ്മൾ ഡാമുകളിൽ ഇപ്പോൾ ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് സെഡിമെന്റ്സ് ഉണ്ടാവും, ചെളിയൊക്കെ കൂടി കയറ്റിടാം. അപ്പോൾ വല്ലപ്പോഴും നമ്മളിത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടം കുറയും. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ ചില സമയത്ത് ഇതങ്ങ് കൂട്ടി അങ്ങ് തുറന്നു വിടുമ്പോൾ ചെളിയൊക്കെ കൂടെ ആയിട്ട് ഇത് ഡാമിൽ നിന്ന് പുറത്തു വരും. ആദ്യം ഇന്ത്യ ചെയ്തത് അതാണ്. അതോടുകൂടി ചിലപ്പോൾ ഈ സറൗണ്ടിങ് ഏരിയ, അതായത് ചേനാബ് പാകിസ്ഥാൻ ടെറിട്ടറി കൂടെ ഒഴുകി പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളിൽ ചിലപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എന്നിട്ട് അതിനെ പെട്ടെന്ന് അങ്ങ് കൺട്രോൾ ചെയ്ത് കുറയ്ക്കും. ഈ ഇറഗുലാരിറ്റി ഓഫ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഈസ് എ ഗ്രേറ്റ് ഹെഡേക്ക് ഫോർ എനി നേഷൻ, അത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്കാണ് ഇതിപ്പോൾ ഇന്ത്യ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിനകത്ത് ഞാനത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ കാര്യത്തിനും മാർക്കറ്റിൻ്റെ കണ്ണുകൂടി കൊണ്ടാണല്ലോ കാണുന്നത്. ഈ വർക്ക്, അതായത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡാമിൻ്റെ ഈ വർക്കുകളും അത് മാത്രമല്ല പുതിയ ഡാം പണിയാൻ പോകുന്ന ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന കമ്പനിയാണ് നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള NHPC എന്ന് പറയുന്ന കമ്പനി, അതായത് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ. അപ്പോൾ ആ കമ്പനിയാണ് ഈ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതെന്നും കൂടെയുള്ള ഞാനൊന്ന് ചേർത്ത് വായിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ പഹൽഗാമിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്, അതായത് എയർ സ്പേസ്. അതായത് ഈ ഇഷ്യൂ നടന്നതിന് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ അബയൻസിൽ വച്ചതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ റിട്ടാലിറ്ററി മെഷർ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് അവരുടെ ലാഹോർ എയർ സ്പേസ് വഴി പോകുന്നതിനെ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നുള്ളത്. അതായത് ഇനി മുതൽ പറ്റില്ല, എയർ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഇവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോരുന്നത് അതുവഴി ആയിരുന്നു എന്നുള്ളതാണ്. അത് സ്റ്റോപ്പ് ചെയ്തത് കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ എയർക്രാഫ്റ്റുകൾക്ക് ഒരു വേറൊരു റൂട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം, ചിലപ്പോൾ ഒരു ലേ ഓവർ വേണ്ടി വരും വല്ലയിടത്തും, ടിക്കറ്റ് ഡിസ്റ്റൻസ് കൂടും, 3 അതിനു വേണ്ടിയുള്ള കൂടുതൽ ഫ്യൂവലാവും. അതുകൊണ്ട് ടിക്കറ്റ് പ്രൈസിങ് കൂടാനുള്ള ചാൻസുകളൊക്കെ ഇന്ത്യൻ എയർവേസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എയർ ഇന്ത്യ പോലത്തെ കമ്പനികൾക്ക്, ഇത് പണ്ടൊക്കെ ഇതിൻ്റെ ഒരു കണക്കുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പ് ഇത് സംഭവിച്ചതൊക്കെ. ബട്ട് ഇപ്പോൾ കൂടുതൽ എയർക്രാഫ്റ്റ്സ് ഉണ്ട് എന്നുള്ളതും കൂടുതൽ പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യണമെന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ്സിനെയും ചെറുതായിട്ട് രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈവൻ ദെൻ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ട്രാവൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ. അപ്പോൾ എയർലൈൻസിന് എന്തെങ്കിലും കുറവുകൾ ഇന്റർനാഷണൽ ട്രാവലിലുണ്ടെങ്കിൽ അവർ ബാക്കി എല്ലാം കൂടി വെച്ചിട്ട് തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കാം. പക്ഷെ പാകിസ്ഥാന്റെ കാര്യവും ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളും അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ ഷിപ്സ് വരുന്നതോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എയർ സ്പേസോ നമ്മളും ബാൻ ചെയ്തു. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ യൂറോപ്യൻ അമേരിക്കൻ എയർലൈൻസ് പാകിസ്ഥാൻ എയർ സ്പേസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. എസ്പെഷ്യലി ബ്രിട്ടീഷ് എയർവേസ്, എയർ ഫ്രാൻസ്, സ്വിസ്, പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കൻ എയർലൈൻസ്, ഇവരാരും ഇനി ഒരു ടിൽ ഫർദർ നോട്ടീസ് പാകിസ്ഥാൻ എയർ സ്പേസ് യൂസ് ചെയ്യണില്ല എന്നുള്ളത്. ഈ എയർ സ്പേസ് യൂസ് ചെയ്യാത്തതിൻ്റെ ഇതെന്താ അറിയോ? അതായത് നമ്മളിപ്പോൾ ഒരു എയർ സ്പേസ് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എയർ സ്പേസ് വേറൊരു എയർലൈൻ യൂസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഈ എയർ സ്പേസ് യൂസ് ചെയ്യണതിന് ഒരു കാശ് നമുക്ക് കിട്ടും. അതിൻ്റെ എങ്ങനെയാണ് അളവുകോൽ എന്ന് പറയുന്നത്, എയർക്രാഫ്റ്റിന്റെ സൈസ്, പിന്നെ എത്ര ദൂരം നമ്മുടെ ലാൻഡ് ടെറിട്ടറി കൂടി പാസ് ചെയ്യണം, എങ്ങനത്തേക്കുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമുക്കൊരു ഫീസ് കിട്ടുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ളത് ഭേദപ്പെട്ട ഫീസാണ്. കാര്യം ഒരുപാട് എയർലൈൻ, കാര്യം ഇന്ത്യക്ക് പോകുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇന്ത്യ യൂറോപ്പ് സെക്ടറിലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന പോലെ പാകിസ്ഥാനി എയർ സ്പേസ്. അപ്പോൾ പാകിസ്ഥാനി എയർ സ്പേസ് ഉപയോഗിക്കുന്ന എയർലൈനിൽ നിന്നുള്ള ഭേദപ്പെട്ട ചാർജ് പാകിസ്ഥാൻ സിവിൽ ഏവിയേഷന് കിട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസും മറ്റുള്ള കമ്പനികളും ഒക്കെ അത് നിർത്തിയത് കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ഒരു വരവ് പാകിസ്ഥാന് കുറഞ്ഞിരിക്കുന്നു. ഒന്നാമത് പാകിസ്ഥാൻ എക്കണോമി വാസ് റീലിംഗ് അണ്ടർ പ്രഷർ. ഒരു വാർ താങ്ങാനുള്ള കാറ്റഗറി ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റി പോലും അവർക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു സമയം. സർ, അതാണ് ഞാനും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വാർ താങ്ങാനുള്ള ഒരു തരത്തിലുള്ള കപ്പാസിറ്റിയും ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ പാകിസ്ഥാനിലില്ല. ഒന്നാമത്തെ കാര്യം, സാമ്പത്തികമായി വളരെയധികം പിന്നോട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഓഹരി വിപണി കൂപ്പുകുത്തുകയാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം, ഇൻഡസ് വാട്ടർ ട്രീറ്റി അടക്കം സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. പാകിസ്ഥാൻ കപ്പലുകൾക്കെതിരെ ഒരു നീക്കം വരുന്നു. അതോടൊപ്പം തന്നെ എയർ സ്പേസിലേക്ക് ഒരു ലിമിറ്റേഷൻസ് വരുന്നു. ഇങ്ങനെ
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു പത്മവ്യൂഹം തന്നെ തീർത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോഴും പിന്നോട്ട് നിൽക്കാതെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോക രാജ്യങ്ങൾ വരെ എതിരാണ്. ഈ നീക്കത്തിൽ നിന്നും വീണ്ടും ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു ശക്തി പകരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്? ജാസ്മിൻ പറഞ്ഞ ചോദ്യത്തിൽ തന്നെ അതിനകത്തുള്ള ഉത്തരവുണ്ടെന്നറിയാം. അതായത് പാകിസ്ഥാന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അത് സിവിലിയൻ ഗവൺമെന്റിന്റെയും മിലിറ്ററിയുടെയും മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഈ രാജ്യം അങ്ങനെ ആയതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാലോ. അതായത് കടവും കറപ്ഷനും ഒക്കെ നന്നായിട്ട്, അതുപോലെ പൊളിറ്റിക്കൽ ടർമോയിൽ ഇപ്പോഴും പറയുന്നത് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ആർമി സിവിൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഒരു നെയിം സേക്കിന് വെച്ചിട്ട് അവരുടെ രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഈ ആംസ് ഡീലിങ്ങിലൊക്കെ ഉണ്ടാവുന്ന കറപ്ഷൻ എന്നൊക്കെ ഭയങ്കര വലുതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഫോറിൻ റിപ്പോർട്ട്സ് ഒക്കെ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തേക്കാന്ന് വെച്ചാൽ പാകിസ്ഥാൻ ആർമി തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പലരും കുടുംബമായിട്ട് പാകിസ്ഥാൻ വിട്ടുകഴിഞ്ഞു എന്നുള്ള ന്യൂസും കൂടെ നമുക്ക് പറയാം. നമുക്കിത് ഒതന്റിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഒരിടത്തും കിട്ടിയിട്ടില്ല, ബട്ട് കിട്ടുന്ന ഇൻഫർമേഷനിൽ അങ്ങനെയാണ് പറയുന്നതിന്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇവർ വാറിനെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. കാര്യം ഡൈവേർഷൻ ടാക്ടിക്സ്, വേറെ ഒന്നുമില്ല. കാര്യം ഇപ്പോഴത്തെ സമയത്ത് അവരെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അത് എക്കണോമിയെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ അവരുടെ മിസ്മാനേജ്മെന്റ് ആണെന്ന് ആ ലോക ജനത അറിയും. അത് മാത്രമല്ല അവരുടെ സിറ്റിസൺസ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവരുടെ ഗ്രാൻഡുകൾ കിട്ടാനുള്ള സാധ്യതകൾ കുറയും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ? ഡൈവേർഷൻ ടാക്ടിക്. അപ്പൊ ഇന്ത്യയിൽ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നത് ഇതൊരു പാകിസ്ഥാൻ ജോബ് തന്നെയാണെന്ന്. കാര്യം വെച്ചാൽ അവരെ സംബന്ധിച്ച് ബലൂചിസ്ഥാനിലെ കാര്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങളും ഇന്ത്യയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ബ്ലോണപ്പ് ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ അവരുടെ ഹെഡ്ലൈൻ ന്യൂസ് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ ഹെഡ്ലൈൻ ന്യൂസ് എക്കണോമിയിൽ നിന്നും മിസ്മാനേജ്മെന്റിൽ നിന്നും മാറ്റി മിലിറ്ററി അല്ലെങ്കിൽ പാകിസ്ഥാൻ പേട്രിയോട്ടിസം എന്ന് പറയുന്ന നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ മീഡിയയും പാകിസ്ഥാൻ ഗവൺമെന്റും പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റും കൂടെ ചേർന്ന് നിന്ന് എന്നുള്ളതാണ് അതിന്റെ റിപ്പോർട്ട് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഒരു ക്രൈ ബേബി കളിച്ച് ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് അല്ലാതെ അവരുടെ എക്കണോമിക്ക് ഇത് താങ്ങാനായിട്ടുള്ള ഒരു കഴിവും ശേഷിയും ഒന്നും അവർക്കില്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ആലോചിച്ചത്, നമ്മളിപ്പോ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റുകൾ അവരുടെ എയർ സ്പേസ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇത്രയും വെസ്റ്റേൺ എയർക്രാഫ്റ്റ്സും അല്ലെങ്കിൽ വെസ്റ്റേൺ എയർവേസുകളും അമേരിക്കൻ എയർവേസും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പോഴും ഖത്തറും ഒമാനും ഒക്കെ അവർ എയർ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഖത്തറും ഒമാനും ഒക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് പാകിസ്ഥാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർ തമ്മിൽ സംസാരിച്ചിരിക്കണം എന്താണെന്ന് അറിയില്ല. അതായത് യുദ്ധം നടക്കൂല ആ ഒരു കോൺഫിഡൻസിലാവുമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ. ഇപ്പൊ അറബിക് കൺട്രീസിന്റെ സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടാനുള്ള ഒരു സാധ്യതയാണോ? നമുക്ക് പക്ഷേ പരോക്ഷമായിട്ട് ഈ പറയുന്ന പോലെ പബ്ലിക് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇന്ത്യ ഈസ് എ ബിഗ് ട്രേഡിംഗ് പാർട്ണർ. അത് മാത്രമല്ല ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അക്രോസ് പൊളിറ്റിക്കൽ സ്പെക്ട്രം, അത് ഏതൊക്കെ പാർട്ടികൾ വന്നാലും നമുക്കൊരു ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കാര്യങ്ങളിൽ നമുക്ക് ഏതാണ്ട് കൺസെൻസസിലാണ് നമ്മൾ പോകുന്നത്. അത് ഇന്ത്യ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലം മുതൽ ഇന്നിപ്പോൾ ശ്രീ നരേന്ദ്രമോദി ആയിരുന്ന കാലം വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേൾഡിലെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പ്രൈം മിനിസ്റ്ററും കൂടെ വന്നിട്ട് അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. അതുപോലെ ഈ കോവിഡ് ഒക്കെ വന്നപ്പോൾ ഈ വാക്സിനൊക്കെ സപ്ലൈ ചെയ്ത് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന്റെ രക്ഷകനായിട്ട് മാറാനുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു പൊസിഷനിങ് ഒക്കെ ഇന്ത്യ ചെയ്തത് കാരണം നമ്മുടെ അക്സെപ്റ്റൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഒരുപാട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിന് ആവശ്യമുണ്ട്, അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. ചീപ്പ് വർക്ക് ലേബർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണേ എന്നുള്ളത്. ബട്ട് എന്നാൽ കോസ്റ്റ് എഫിഷ്യന്റും ഇതും. പിന്നെ ഇന്ത്യ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കെന്നറിയോ, ഇന്ത്യ വെറും ഒരു പാർട്ട്ണർ അല്ല, ട്രസ്റ്റഡ് പാർട്ട്ണർ, ഒരു ചതിക്കാത്ത പാർട്ട്ണർ എന്നുള്ള രീതിയിലും കൂടെ ഇന്ത്യ കാണുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് നേഷൻസ് എനിക്കൊന്നും ഓപ്പൺ ആയിട്ട് വരുന്നൊന്നും തോന്നുന്നില്ല. ബട്ട് ഈവൻ ദെൻ ചിലപ്പോൾ ഈ ടർക്കിയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സെന്റിമെന്റ്, ഒരു എംപതി ചിലപ്പോൾ ഒരു പാകിസ്ഥാനോട് കാണിച്ചേക്കാം. ബട്ട് ഈവൻ ദെൻ ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യ വിൽ ടേക്ക് ദാറ്റ് ഇൻ ടു കൺസിഡറേഷൻ. ബിക്കോസ് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ പ്രസൻസ് എന്ന് പറയുന്നത് അത് വേറെ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതിന് റഷ്യയുടെ സപ്പോർട്ടുണ്ട്, അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, ഇസ്രായേലിന്റെ സപ്പോർട്ടുണ്ട്. ഞാനിത് പൊളിറ്റിക്കലി പറയല്ല, ഇതൊക്കെ കൊല്ലങ്ങളായിട്ട് നമുക്ക് ആ ധൈര്യത്തിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോയതും നമ്മൾ ഡെവലപ്പ് ചെയ്തതും. ബട്ട് ഇപ്രാവശ്യം ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മോർ ദാൻ ദ ഫിസിക്കൽ വാർഫെയർ ഒരുപാട് ഡിജിറ്റൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള സ്ട്രൈക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അവിടെ അവർക്ക് ചൈനയുടെ സപ്പോർട്ട് കിട്ടുമോ, നമുക്കിവിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ റഷ്യയുടെ സപ്പോർട്ട് കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ പുറകിൽ നടക്കുന്ന ബാക്ക് സ്റ്റേജ് കളികൾ. ഇതൊന്നും നമുക്കറിയില്ല, നമ്മൾ കേൾക്കാനും പോകുന്നില്ല, അറിയാനും പോകുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഈ പേപ്പേഴ്സ് ഒക്കെ ഡീക്ലാസിഫൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ ഏർലി 90s ഒരു റിപ്പോർട്ട് വന്നു ഫോറിൻ മീഡിയയിൽ, എനിക്കൊരു അമേരിക്കൻ മീഡിയ എന്ന് വെച്ചാൽ അവരുടെ പേപ്പേഴ്സ് ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ അന്ന് ഇന്ത്യയും
പാകിസ്ഥാനും ഒരു യുദ്ധം നടന്നെങ്കിൽ രണ്ടുപേർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിവാസ്റ്റേറ്റിംഗ് ഫോർ പാകിസ്ഥാൻ എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ പിന്നെ നമ്മുടെ മക്കളുടെ ചെറുമക്കളുടെ കാലത്തൊക്കെ ആയിരിക്കും എന്താണ് പ്ലാൻ ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ ഡീക്ലാസിഫൈ ആണ്. ഇപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ ലെറ്റ്സ് കീപ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്, പ്രേയിങ് ഫോർ ദ എൻറ്റയർ നേഷൻ എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. യെസ്, അത് തന്നെയാണ് പറയാനുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്നത്. അത് പാകിസ്ഥാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കോമൺ മാൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ ജീവൻ പോലും ഇനിയും നഷ്ടമാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമ്മൾ പഹൽഗാമിന്റെ കാര്യങ്ങളിൽ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂരജ് സാർ, ഇന്ന് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പല അനലിസ്റ്റുകളും പറയുന്നത് യെസ് ബാങ്കിനെ കുറിച്ചാണ്. ഇന്ന് യെസ് ബാങ്കിന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ തന്നെ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 5% മുകളിലേക്കുള്ള ഒരു മുന്നേറ്റം യെസ് ബാങ്ക് രേഖപ്പെടുത്തുകയാണ്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സുമിറ്റോമോ മിത്സുയി ബാങ്ക് കോർപ്പ് എത്തുകയാണ് ഒരു രക്ഷകനായിട്ട് എന്ന് തന്നെ പറയാം. ജപ്പാനിലെ സാമ്പത്തിക ശക്തി കേന്ദ്രമായ, അതോടൊപ്പം തന്നെ RBIയുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ച ഈ ഒരു SMBC ഇടപാട് പ്രത്യേകിച്ച് യെസ് ബാങ്കിനെ ഏറ്റെടുക്കാനുള്ള ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 51% ഓഹരികൾ ഏറ്റെടുക്കാനുള്ള ഒരു റിപ്പോർട്ട് വരുന്നു. പൊതുവെ 2020 ശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നയിക്കുന്ന ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമാണ് ഈ യെസ് ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അധികം പ്രശ്നങ്ങളോടൊപ്പം തന്നെ കടന്നുപോയിട്ടുള്ള ഒരു ബാങ്കിങ് സ്ഥാപനം കൂടിയാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ യെസ് ബാങ്കിന്റെ നിലവിലെ ഈ ജാപ്പനീസ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഈ ഒരു സുമിറ്റോമോയെ സംബന്ധിച്ചിടത്തോളം യെസ് ബാങ്കിന്റെ രക്ഷകനായി എത്തുന്നത് ഇനിയും എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നതാണ് സാർ കരുതുന്നത്? ഒരു കണക്കിന് നമ്മളിപ്പോൾ യെസ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രിമൈസസ് നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. അതായത് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി ഓരോന്നായിട്ട് ശരിയാക്കി കൊണ്ടുവന്ന് ഇപ്പൊ ഇൻഡസിൻഡ് ബാങ്ക് പോലെ നമ്മൾ പറഞ്ഞത് എന്താ, there are enough cockroaches in the wardrobe എന്നാണ്. ഇപ്പൊ യെസ് ബാങ്കിന്റെ കാര്യത്തിലല്ല, ഒരുപാട് കോക്രോച്ചസ് ഉണ്ടായിരുന്നു, പല കോക്രോച്ചസിനെയും ക്ലീൻ ചെയ്ത് നിൽക്കുന്ന ഒരു ബാങ്കാണ് എന്നുള്ളത്. അതാണ് അതിന്റെ പ്രിമൈസസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്നതിൽ അതിനകത്ത് എന്തൊക്കെ നോൺ ആൻഡ് അൺനോൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ ഫ്ലഷ് ചെയ്ത് പുറത്തു വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യെസ് ബാങ്കിനെ സംബന്ധിച്ച് നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ഒരു കൺസോർഷ്യം ഓഫ് ബാങ്ക്സ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SBIക്ക് അതിനകത്ത് 24% സ്റ്റേക്ക് ഉണ്ട്. കുറച്ച് നാളായിട്ട് SBIക്ക് ആ സ്റ്റേക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാര്യം വെച്ചാൽ ആ 24% അവർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത്, കാര്യം ഇതൊക്കെ ഒരു സപ്പോർട്ട് മെക്കാനിസം കൂടെ ആണല്ലോ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ഇപ്പോൾ എന്തുകൊണ്ട് SBI എന്നൊക്കെ പറയും, നമ്മൾ എപ്പോഴും പറയും ബാങ്ക്സും അല്ലെങ്കിൽ PSU കമ്പനീസും ഒക്കെ ഗവൺമെന്റിന്റെ ക്ലച്ചസിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, LIC SBI എന്നൊക്കെ പറയുമ്പോൾ തന്നെയും നമുക്കൊരു എന്തെങ്കിലും ഒരു എക്കണോമിയിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ഇവരൊക്കെ ഒരു സപ്പോർട്ട് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്യാപിറ്റലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് വീഴുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്നോ അല്ലെങ്കിൽ RBI എന്നൊക്കെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് എടുത്തിട്ട് LICയെ കൊണ്ട് ബൈയിങ് ചെയ്യുന്ന, LIC കൊണ്ടൊന്ന് ബൈ ചെയ്യാന്നുള്ള അതൊരു തെറ്റായ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു അസറ്റ് ചീപ്പായിട്ട് കിട്ടുമ്പോൾ അതിനകത്തുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ കൊണ്ട് ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, ഒരു വിൻഫോൾ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിൽ മാത്രമേ LIC ഒക്കെ വന്നിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഈ SBI എടുത്തും ഇതേപോലത്തെ കാര്യം ഇന്ത്യൻ സിസ്റ്റത്തിലെ ഏത് ഗവൺമെന്റും എപ്പോഴും ചെയ്തിരുന്ന ഒരു മെക്കാനിസം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഫെയിൽ ആവാതെ നോക്കുക എന്നുള്ള കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ആ സിസ്റ്റം സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ബാക്ക് ബോൺ പൊട്ടാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ്, സക്സസീവ് ഗവൺമെന്റ്സ് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ബാങ്ക് അങ്ങനെ ഫെയിൽ ചെയ്യാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഒരു സപ്പോർട്ട് മെക്കാനിസം എന്നുള്ള രീതിയിൽ SBIനെയും പല PSU ബാങ്ക്സിനെയും ഗവൺമെന്റ് അവരുടെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ട് പല സമയത്തു നിന്ന്. അപ്പോൾ ഒരു ടെമ്പററി രീതിയിലേക്ക് SBI വന്നു, അത് സഹായിച്ചു, അത് നന്നായി വരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ SBIക്ക് ആ ക്യാപിറ്റൽ ഒന്ന് ഫ്രീ ആക്കി SBIക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രിമൈസസിലാണ്, സിറ്റുവേഷനിലാണ് ഈ പറയുന്ന പോലെ സുമിറ്റോമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ ഇപ്പോൾ ഒരു പ്രൊപ്പോസലായിട്ട് വന്നത് 51% വേണ്ടിയിട്ട്. ബട്ട് ഈവൻ തന്നെ ഈ 51% എടുക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ലിക്വിഡിറ്റി ഇൻഫ്യൂസ് ചെയ്യും. SBIക്കും പല ആൾക്കാർക്ക് അതിനകത്തൊരു എക്സിറ്റ് കിട്ടും. അത് മാത്രമല്ല സുമിറ്റോമോന്റെ ഒക്കെ ടെക്നോളജിക്കൽ പ്രോവസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ബാങ്കിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്ത് പോകുന്നുള്ളതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ യെസ് ബാങ്കിന്റെ രീതിയിൽ കാണുന്നത് തന്നെ. ഇറ്റ് ഇസ് എ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്, ഇറ്റ് ഇസ് എ വെരി സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്.
ആൻഡ് ഇറ്റ് ഇസ് എ ഗുഡ് ഡെവലപ്മെന്റ് ആസ് വെൽ എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം. പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്ന ഒരു ഇനിഷ്യൽ ഫീഡ്ബാക്ക് അനുസരിച്ച് ഈ സുമിടോമോ 51% എടുത്താലും അവരുടെ വോട്ടിംഗ് റൈറ്റ് 26% ഉണ്ടാവുള്ളൂ എന്നുള്ള. ആ 26% വോട്ടിംഗ് വരുമ്പോൾ എങ്ങനെയാണ്, അതായത് സുമിടോമോന്റെ രീതിയിൽ കാര്യങ്ങൾ, കാര്യം ഇപ്പോൾ മെജോറിറ്റി വോട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ. നമ്മൾ എപ്പോഴും ഒരു കമ്പനിയുടെ കാര്യത്തിൽ പറയുമ്പോൾ 51% സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് 51% ഒരു കമ്പനി കോർപ്പറേറ്റ് ലോ അനുസരിച്ച്, കമ്പനീസ് ലോ അനുസരിച്ച് 70% 75% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നതിന് അതിൻ്റെതായ റെലവൻസുകളുണ്ട്. ഇപ്പോൾ ഒരു ലിക്വിഡേഷന്റെ പ്രോസസ്സിനോ മറ്റേതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു 51% എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് 26% അവരുടെ വോട്ടിംഗ് റൈറ്റിൽ കട്ടയിൽ ചെയ്ത് പോകപ്പെടും എന്നുള്ളത് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ടിരിക്കണം. അപ്പോൾ അക്കാര്യത്തിൽ മാത്രം ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതാണ്. അതിന് സുമിടോമോയും RBIയുമായിട്ട് എന്താണ് ഡിസ്കഷൻ നടന്നത്, അല്ലെങ്കിൽ RBIയിൽ റിലാക്സേഷൻ കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഇപ്പോഴും സോഴ്സസ് ബേസ്ഡ് ഇൻഫർമേഷൻ ആണ്, നമുക്ക് ഇപ്പോഴും ഒരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. വന്നാൽ മാത്രമേ, നമ്മളിപ്പോൾ ഇന്നലെ ജിൻഡാൽ പഠിച്ചപ്പോഴും നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് ജഡ്ജ്മെന്റ് കൈ കിട്ടിയിട്ടില്ല, പ്ലീഡിങ്ങും കൈ കിട്ടിയിട്ടില്ല. അത് കാരണം നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ നമ്മൾ അസിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ ഒരു അനാലിസിസും ഒരു ഫോർകാസ്റ്റ് നടത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 26% എന്നുള്ള വി മൈറ്റ് ബി റോങ് ടുമോറോ. 26% എന്ന് പറയുന്ന ഒരു ബാരിയർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് തോന്നുന്നുള്ളൂ. ബട്ട് ഈവൻ ദെൻ ദ ന്യൂസ് ഇസ് ഗുഡ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ന്യൂസ് ഒക്കെ നേരത്തെ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്ത് കാണും സ്റ്റോക്ക് പ്രൈസിൽ, നമുക്കറിയില്ല. സാധാരണ നമ്മൾ മാർക്കറ്റിൽ പറയുന്ന വാക്ക് എന്താണ്? ബൈ ഓൺ റൂമർ, സെൽ ഓൺ ന്യൂസ് എന്നാണ്. ഇപ്പൊ ഇന്നാണ് അതൊരു എന്താ പറയുക, ഒരു ന്യൂസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ ആയിട്ട് പുറത്തു വന്ന് ഇതൊക്കെ പല സർക്കിൾസിലും വന്നത് ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും. കാര്യം ആരും അറിയാതെ സുമിടോമോയും യെസ് ബാങ്കും തമ്മിൽ ഡിസ്കഷൻ നടത്തത്തില്ല. RBI ഒഫീഷ്യൽസ് നടത്താതെ, ഈ RBI ഒഫീഷ്യൽസിലെ ഇൻസൈഡേഴ്സ് അറിയാതെയും ഈ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള. അപ്പൊ ഇത് പല സെലക്റ്റഡ് കോർണേഴ്സിൽ ഈ ഇൻഫർമേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പൊ അത് കുറച്ചുകൂടെ ഒരു പബ്ലിക് അറ്റൻഷനിലേക്ക് വന്നു എന്ന് മാത്രം. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ടഡ് ആയിരിക്കാം. മേ ബി ഇതിനകത്തൊരു ബമ്പപ്പ് ഉണ്ടാവാം ഇന്ന് സ്റ്റോക്ക് പ്രൈസിന്. കാര്യം വെച്ചാൽ ഇന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പൊ ഇന്നലെ അഡാനി തന്നെ ചെന്ന് US അതോറിറ്റീസിനോട് സംസാരിച്ച് ഞങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സ്റ്റോക്സ് കയറി. അപ്പൊ അതെ, അതായത് ഫണ്ടമെന്റൽസ് ബേസ് ചെയ്തിട്ടല്ല, ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് കയറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റ് നടക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ കൂടി മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ക്യൂരിയസ് ആണ്. ഇപ്പൊ നമ്മൾ ഇപ്പോഴും പറയുന്നത് ദ ക്യൂരിയസ് കേസ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റ് എന്നാണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് വീഴുന്നില്ല, കയറുന്നില്ല. വാല്യുവേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ വാല്യൂഡ് അല്ല, എന്നോ വലിയ ഓവർ വാല്യൂഡ് അല്ല, ഓപ്റ്റിമം വാല്യുവേഷന് മുകളിലാണ് നിൽക്കണമെന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ക്യൂരിയസ് സിറ്റുവേഷനിൽ നിൽക്കുന്ന മാർക്കറ്റാണ്. അതേപോലെ യെസ് ബാങ്കിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇതൊരു ന്യൂസ് ബേസ്ഡ് ഇൻഫർമേഷൻ ആണ്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടിരിക്കണം. മേ ബി വരും ദിവസങ്ങളിൽ ഒരു ക്ലാരിറ്റി തരാം. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് നടക്കാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. കാര്യം SBI ഈസ് ഡിമാൻഡിങ് ഫോർ എ മൂവ് ഔട്ട്. അവർക്കൊരു എക്സിറ്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഫൈനലി ഇറ്റ് മൈറ്റ് കം ട്രൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഡെവലപ്മെന്റ്സ് വരുന്ന വഴിയെ നമ്മൾ ഓപ്പണിംഗ് ആർട്സിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഏതായാലും ഇപ്പോൾ മാർക്കറ്റ് ആരംഭിച്ച ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് പിന്നിടുകയാണ്. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് എങ്ങനെയാണ്, മറ്റു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തകൾ ഏതൊക്കെയാണ് എന്നതുമായിട്ടുള്ള അപ്ഡേഷൻസ് ആയിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫ്വാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും മാർക്കറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നില്ല. 70ഓളം പോയിന്റുകളുടെ ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഇൻട്രാഡേ ലോ നിലവാരത്തിലേക്ക് എത്തുകയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം. ബാങ്ക് നിഫ്റ്റിയിലും 273 പോയിന്റുകളുടെ ഒരു ഇടിവ് കാണുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? യെസ് ജാസ്മിൻ, 24th ഏപ്രിൽ മുതൽ മാർക്കറ്റിൽ നമുക്കൊരു ഹെൽത്തി മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ മണിക്കൂറിൽ നമുക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ 0.17% ഇടിവും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 0.44% ഇടിവുമാണ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റിയുടെ അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 15 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയി 34 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ ഒരു സ്റ്റോക്ക് മാത്രമാണ് അഡ്വാൻസ് ആയും 10 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ ഒരു റിജക്ഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.8% മുന്നേറ്റവും ഹീറോ മോട്ടോ കോർപ്പ് 2.4% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. ഭാരതി എയർടെൽ 1.64% മുന്നേറ്റവും അതുപോലെ ബജാജ് ഓട്ടോ നേരിയ മുന്നേറ്റത്തിലുമാണ് ഈ മണിക്കൂറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ടോപ്പ് ലോസേഴ്സിൽ സിപ്ല 2% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ ഭാരത് പെട്രോളിയം, ശ്രീറാം ഫിനാൻസ്, അദാനി എന്റർപ്രൈസസ് എന്നിവയെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് രേഖപ്പെടുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ AU സ്മോൾ ഫിനാൻസ് മാത്രമാണ് ടോപ്പ് ഗെയിനേഴ്സിലുള്ളത്. മറ്റു ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ 55,600 എന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. കറന്റ്ലി 54,450 ഒരു സ്ട്രോങ് സപ്പോർട്ടായി ആക്ട് ചെയ്തിട്ട് അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടോറിയൽ ഇൻഡീസസിൽ സ്ട്രോങ് ബൈയിങ് ഓട്ടോ സെക്ടറിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. ഓട്ടോ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് ലാസ്റ്റ് ഡേ ഒരു ദർവാസ് ബോക്സ് ബ്രേക്ക്ഔട്ട് ആണ് നടന്നത്. ഇന്ന് ഒരു ഫോളോ ത്രൂ ഡേ പ്രോപ്പറായി വർക്ക് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 22,500 എന്ന ലെവൽ ഓട്ടോ സെക്ടറിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. IT സെക്ടറിലാണെങ്കിലോ ജനുവരി മുതൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു സെക്ടറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 10 days ആയിട്ട് കൺസോൾട്ടേഷൻ അതുപോലെ മൊമെന്റം ബിൽഡപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായി 3,518 എന്ന ലെവല് IT സെക്ടറിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്റ്റോക്ക് എഡ്ജിലെ ട്രെൻഡിങ് സ്റ്റോക്സ് ആയി ഉള്ളത് അദാനി സ്റ്റോക്സ് ആണ്. അതിന്റെ അദാനി എന്റർപ്രൈസസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. 25th ഏപ്രിലാണ് ഒരു വോളിയം സെൽ ഓഫ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നത്. 2,460 എന്ന ലെവലിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അദാനി ഗ്രീനിന്റെ നോക്കുകയാണെങ്കിൽ ബോട്ടം ലെവലിൽ ഒരു ബൈയിങ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 28th ഫെബ്രുവരിയിലാണ് സ്ട്രോങ് ബൈയിങ് അദാനി ഗ്രീനിൽ നടന്നത്. ഈ ഒരു സ്റ്റോക്ക് ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലിനാണ് ട്രൈ ചെയ്യുന്നത്. 987 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. അടുത്ത സ്റ്റോക്കേജിൽ അടുത്ത അദാനി സ്റ്റോക്ക് പറയുന്നത് അദാനി പവർ ആണ്. അതിൽ ഷോക്കിംഗ് വോളിയമാണ് നമുക്ക് ലാസ്റ്റ് 2 weeks ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് കറന്റ് ലെവലിൽ നോട്ട് ഗുഡ് ടു എൻ്റർ ആണ് എന്നാണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു റൗണ്ട് ബോട്ടം പാറ്റേൺ ഫോം ചെയ്യുന്നത് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. 600 എന്ന ലെവലിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മികച്ച പാദഫലം പ്രഖ്യാപിച്ച ഇൻഡസ് ടവറിന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതൊരു കൺഫേം അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനർവിനി ട്രെൻഡ് സ്കോറായി 4 out of 8 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ടാർഗറ്റായി 457 എന്ന ലെവലിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യാവുന്ന ട്രെൻഡിങ് സെക്ടറായ ഡിഫൻസ് ഓഹരികൾ നോക്കാം. അതിൽ മാസ്ഡോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് മൊമെന്റം ബിൽഡപ്പ് ആണ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് കറന്റ് പിവറ്റ് വോളിയം ലാസ്റ്റ് 10 days ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആണ്. ഇതിന്റെ മാർക്ക് മിനർവിനി ട്രെൻഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 7 out of 8 ആണ്. അതായത് ഷോർട്ട് ടേം ടാർഗറ്റായി 3,488 എന്ന ലെവലിൽ കൺസിഡർ ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കുകയാണെങ്കിൽ 1,735 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 1,515 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഈ ലെവലിൽ എങ്ങനെ ഈ സ്റ്റോക്ക് ആക്ട് ചെയ്യും നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ഡിഫൻസ് ഓഹരിയായ BDLന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മിനർവിനി ട്രെൻഡ് സ്കോർ 5 out of 8 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്ക് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണെന്നാണ്. സ്ട്രോങ് സപ്പോർട്ടായി 1,375 എന്ന ലെവലിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ബയോകോണിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 25th ഏപ്രിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ഫോം ചെയ്തത്. 335 മുകളിൽ സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അയോകോൺ ഇന്റർനാഷണലിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ട്രേഡ് സ്റ്റേജ് 4 ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന എല്ലാ കീ മൂവിങ് അവറേജസിനും ബിലോ ആയിട്ടാണ്. കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി മികച്ച പാദഫലം പ്രഖ്യാപിച്ച മാരിക്കയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ഫോം ചെയ്തത്. 17th ഏപ്രിൽ മുതൽ ഒരു ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 17th ഏപ്രിലിലെ ഡേ ഹൈ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഫോളോ ത്രൂ ക്യാനലൊക്കെ പ്രോപ്പറായി വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഒരു ഹെൽത്തി സെന്റിമെന്റ് ആയിരുന്നു.
ബട്ട് ഇന്ന് സ്ട്രോങ് മൂവേഴ്സ് അതായത് 4% മുതൽ കൂടുതലുള്ള സ്റ്റോക്സ് വളരെ കുറവാണ്. അത് 10 ആണ്. അതായത് MMA മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് അനാലിസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവയൊക്കെയാണ് ഈ മാർക്കറ്റിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ. യെസ്, സഫ്വാനാണ് മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് റിസർച്ച് ഡെസ്കിൽ നിന്നും നൽകിയത്. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു സെഷനിൽ ചേരുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീസ് ചന്ദ്രൻ സാറാണ്. ഏതായാലും അനീസ് ചന്ദ്രൻ സാറിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ സൂരജ് സാറിലേക്ക് കൂടി പോവുകയാണ്. സൂരജ് സാർ, നമ്മൾ ഈ ഒരു മാർക്കറ്റിനെ ഒന്ന് മാറ്റി നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടിയിരിക്കുന്നത് ട്രംപിന്റെ ഒരു താരിഫ് നീക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഫിലിം സെഗ്മെന്റിലേക്ക് കൂടി ഹോളിവുഡിനെ സംരക്ഷിക്കുന്നതിനായിട്ട് വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. ട്രംപിന്റെ ഈ ഒരു നീക്കത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായം തന്നെ വലിയ ഒരു ആശങ്കയിലാണ് നിലനിൽക്കുന്നത്. ഇനി ഈ ഇത്തരത്തിലുള്ള ഒരു നീക്കം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം, കാരണം ആ ഒരു ഇന്ത്യൻ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഈ ഒരു നീക്കത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? ജാസ്മിൻ, ഇതിപ്പോൾ ഭയങ്കര അതിശയമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം ഒരിക്കലും ഒരു ട്രംപിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഈ മൂവി ഇൻഡസ്ട്രിയെ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ രീതിയിലേക്ക് ഒരു ഡിസ്കഷൻ ഫോറത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചൊന്നുമില്ല. കാര്യം അദ്ദേഹം അവിടെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ അമേരിക്കൻ മൂവി ഇൻഡസ്ട്രി ഈസ് ഫേസിങ് എ വെരി ഫാസ്റ്റ് ഡെത്ത് എന്നാണ് പറയുന്നത്. അതായത് വെരി ഫാസ്റ്റ് ഡെത്ത്. അതായത് അടുത്ത കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ എന്തോ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് ഈ PVRന്റെ പ്രൊമോട്ടറായ അജയ് ബിജ്ലി പറഞ്ഞിരുന്നത് 2025 തന്നെ. ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പോപ്പുലർ ആയിട്ടുള്ള മൂവിയാണ് തുടരും എന്ന് പറയുന്ന സിനിമ അല്ലെ. ഇപ്പൊ തുടരും എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുമ്പോൾ PVRന്റെ തന്നെ ഒരു PVR തിയേറ്ററിലാണ്, നിങ്ങൾ മൾട്ടിപ്ലക്സിലാണ് നിങ്ങൾ സിനിമ കാണണമെങ്കിൽ ഒരു മൂവി റീല് 2025 വരാൻ പോകുന്ന സിനിമകൾ എന്താണെന്നുള്ളത് അവർ കാണിച്ചിരുന്നു. അതിനകത്ത് ഒരുപാട് ഡിലേഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് മിഷൻ ഇമ്പോസിബിളിന്റെ അടുത്ത പാർട്ട്, അല്ലെങ്കിൽ ഈ അങ്ങനെ ഒരുപാട്, അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഹോളിവുഡ് മൂവീസ് സ്റ്റക്കായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 2024. അപ്പോൾ ഈ സ്ട്രൈക്ക് കാരണം ഒരുപാടെണ്ണം അവിടെ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ പ്രോബ്ലം വന്നു. അതുമാത്രമല്ല ഹോളിവുഡ് ചെറുതായിട്ടൊരു പ്രോബ്ലത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് കാര്യം. അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഒരു മാർവൽ സൂപ്പർ ഹീറോ മൂവി അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിലാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ, ലോർഡ് ഓഫ് റിങ്സിന്റെ വേറൊരു മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലൻഡിലാണ്. അപ്പോൾ അമേരിക്കൻ മൂവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോളിവുഡ് ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ത്രൂ എ ടഫ് ഫേസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷേ 2025 ഒരുപാട് നല്ല ഇംഗ്ലീഷ് മൂവീസ് ഇൻക്ലൂഡിങ് മിഷൻ ഇമ്പോസിബിൾ വരുന്നു എന്നുള്ളതാണ് ഈ PVRന്റെ ഷോ റീലിൽ കാണിച്ചത്. അതായത് മൂവി ഈസ് എക്സ്പെക്ടഡ് ദിസ് ഇയർ എന്ന്. അത് മാത്രമല്ല അജയ് ബിജ്ലിയുടെ ഇന്റർവ്യൂവിലും അതിനെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അമേരിക്ക ഹാസ് ടേക്കൺ ദിസ് വെരി സീരിയസ്ലി. കാര്യം വെച്ചാൽ അവരുടെ കുറേ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അവരുടെ കുറേ കാഴ്ചപ്പാടുകൾ ലോകത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്നത് കംപ്ലീറ്റ് അവരുടെ മൂവി വഴിയാണെന്നുള്ള. ഇപ്പൊ അമേരിക്കൻ മൂവി ഇൻഡസ്ട്രി ചെയ്യുകയാണെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു വളരെ എന്താ പറയുക നെഗറ്റീവ് സെന്റിമെന്റ്. അപ്പോൾ വി വോണ്ട് മൂവീസ് മെയ്ഡ് ഇൻ അമേരിക്ക എഗെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി. ആക്ടേഴ്സായ മെൽ ഗിബ്സണെയും സിൽവർ സ്റ്റാലോണിനെയൊക്കെ വെച്ച് അവരൊരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കി ഇതിനെ പഠിക്കാൻ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രപ്പോസ് ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കൻ മെയ്ഡ് മൂവീസ് അല്ലെങ്കിൽ 100% ടാരിഫ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞുള്ളൂ. ട്രേഡ് കോമേഴ്സ് സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കണം, 100% ടാരിഫ് വയ്ക്കേണ്ട കാര്യങ്ങൾക്ക് ഒന്ന് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും കിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ സിനിമയ്ക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ 6 to 7% ഓഫ് ബോക്സ് ഓഫീസ് കളക്ഷൻ US-ൽ നിന്നാണ് വരുന്നത്. ഏതാണ്ട് ടോട്ടൽ ഓവർസീസ് റൈറ്റിന്റെ 30 to 40% ഇന്ത്യൻ മൂവീസിന് ഏതാണ്ട് US-ൽ നിന്ന് വരുന്നുണ്ട്. അത്രയും മാത്രം ഇന്ത്യൻ കമ്മ്യൂണിറ്റി US-ൽ ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു 2024 ഫിഗേഴ്സ് അനുസരിച്ചിട്ടാണെങ്കിൽ 359 ഇന്ത്യൻ ഫിലിംസ് 38 കൺട്രിയിലായിട്ട് ഏതാണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ 2000 കോടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏതാണ്ട് 30 to 40% ഏതാണ്ട് US-ൽ നിന്ന് കളക്ഷൻ തന്നെയാണെന്നുള്ള. അപ്പോൾ ഇന്ത്യൻ മൂവീസിനാണ് ഈ ടാരിഫ്, ഇന്ത്യൻ മൂവീസ് എന്നല്ല ഫോറിൻ മൂവീസിനാണ് ഈ ടാരിഫ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് ഇൻ എ ഫോറിൻ മൂവി ടു US വിൽ ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടിക്കറ്റ് റേറ്റും ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെയാണെങ്കിൽ അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആവും എന്നുള്ളതിൽ സംശയമില്ല. ബട്ട് എനിക്കും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇന്ത്യൻ മീഡിയകളും
ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പത്രങ്ങൾ, മലയാള പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ പോലും അതിനകത്ത് എഴുതിയിരിക്കുന്നത് മലയാളം മൂവി ഇൻഡസ്ട്രിയെ എങ്ങനെ ബാധിക്കുന്നതാണ് ഇരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ആ ഇൻഫർമേഷൻ ഇന്ന് ഈ പുറത്തുനിന്ന് വരുന്ന ലാംഗ്വേജ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു വെച്ചാൽ മൂവി ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ US എന്നാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോർഡ് ഓഫ് റിങ്സിൻ്റെ ഒരു സീരീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ന്യൂസിലൻഡിലാണ്, അല്ലാണ്ട് ഈ മാർവൽ കോമിക്സിൻ്റെ ഒരു മൂവി എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അതായത് പല പല രാജ്യങ്ങളിലേക്ക് പോകണു. അപ്പോൾ അവിടെയാണ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യണത്, സ്പെൻഡിങ് കംപ്ലീറ്റ് അവിടെ നടക്കുന്നു. വ്യൂവേഴ്സിന് വേണ്ടി മാത്രം ഈ സിനിമകൾ അമേരിക്കൻ തിയേറ്റേഴ്സിൽ എത്തുന്നു. വൈ കാണ്ട് യു ഡു ഇറ്റ് ഇൻ അമേരിക്ക ഇറ്റ് സെൽഫ് സോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗെറ്റ് ജോബ്സ്, അവിടുത്തെ ഇൻഡസ്ട്രികൾ വലുതാവട്ടെ എന്നുള്ള രീതിയിൽ. കാര്യം ദീസ് ആർ ഓൾ ബിഗ് ബഡ്ജറ്റ് മൂവീസ് അല്ലേ. ഹോളിവുഡ് മൂവീസിലെ ആക്ഷൻ മൂവീസ് എന്ന് നമുക്കറിയാം കോടികൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അമേരിക്കയിൽ തന്നെ ഷൂട്ട് ചെയ്തുകൂടെ എന്നുള്ള ഉദ്ദേശമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനിഷ്യൽ സ്റ്റേജസ് ആണ്. എന്താണ് ട്രംപിന്റെ മനസ്സിൽ ഈ നാളെ മാറ്റി പറയുന്ന പോലും നമുക്കറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്, അതായിരിക്കണം. അല്ലാതെ പുറത്തുനിന്ന് പറഞ്ഞ എല്ലാ മൂവീസിനും ടാരിഫ് വയ്ക്കാമെന്ന് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. കാര്യം OTT വഴി സ്ട്രീമിംഗ് ചെയ്യുന്നതുണ്ട്. അത് ആ OTT വഴി സ്ട്രീം ചെയ്യണതിനെ അഫക്ട് ചെയ്ത അമേരിക്കൻ കമ്പനിയെ നെറ്റ്ഫ്ലിക്സ് ആണ് അഫക്റ്റഡ് ആവുന്നത്. ഇപ്പൊ ആമസോൺ പ്രൈം ആണ് അഫക്റ്റഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പ്രാക്ടിക്കൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ തിയേറ്റർ കളക്ഷന്റെ, അതായത് ഇനിയിപ്പോ പുറത്തുനിന്ന് വരുന്ന മൂവീസിന്റെ തിയേറ്റർ കളക്ഷന്റെ ബോക്സ് ഓഫീസ് കളക്ഷന്റെ ഒരു ഷെയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ എന്നൊക്കെയുള്ള ഉദ്ദേശമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മൂവി ഷുഡ് ബി മെയ്ഡ് ഇൻ അമേരിക്ക സോ ദാറ്റ് ഇറ്റ് ഈസ് എ മെയ്ഡ് ഇൻ അമേരിക്ക മൂവി ആൻഡ് അമേരിക്കൻ പീപ്പിൾ ഗെറ്റ്സ് ജോബ് ആൻഡ് ഓൾ ദ സ്പെൻഡിങ് ഷുഡ് ഹാപ്പൻ ഇൻ അമേരിക്ക എന്നുള്ള കൺസെപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് കൂടി പോകാം. അനീഷ് സർ റെഡിയാണ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് 24,394 എന്നുള്ള ഒരു നിലവാരത്തിൽ ഇൻട്രാഡേ ലോ നിലവാരത്തിനടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നാലും 0.5% ഇടിവുണ്ട്. നിലവിലെ സിനാരിയോയിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെയും അതോടൊപ്പം തന്നെ നിഫ്റ്റിയും സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ഓവർവ്യൂ എങ്ങനെയാണ്? നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസത്തെ നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഓവർ ഷാഡോസ് ആണ്. അതിന്റെ ക്യാൻഡിൽസിനെ നോക്കുകയാണെങ്കിൽ അപ്പർ ഷാഡോസ് ഉള്ള ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ മാർക്കറ്റ് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് പോവുകയും അവിടെ നിന്ന് ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. അത് കഴിഞ്ഞ 2 ദിവസത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 24,500 മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആ ബാരിയറിന് താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കഴിഞ്ഞ 4 ദിവസമായിട്ട് നിഫ്റ്റി അറ്റ് ഹൈയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രീത്തിങ് പോയിന്റ്സ് ആവശ്യമാണ്. അപ്പോൾ അത് കുറച്ച് ഡൗണിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവശ്യമാണ്. എന്നിട്ട് വീണ്ടും ഒരു ബുൾ മൂവ്മെന്റിലേക്ക് വന്നിട്ടായിരിക്കും അടുത്ത മേളിലോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു 4 ദിവസത്തെ ട്രെൻഡ് വെച്ചുകൊണ്ട് എനിക്ക് പറയാനായിട്ട് കഴിയുന്നത് നമ്മൾ കുറച്ച് ബ്രീത്തിങ് പോയിന്റ് ആവശ്യമാണ്. അതായത് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ആവശ്യമാണ്, ഒരു ബാക്ക് സ്റ്റെപ്സ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഇന്ന് സാധ്യതയുണ്ട്. ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കുറച്ച് മാർക്കറ്റ് താഴോട്ട് വരും. 24,200 ആണ് ഇമ്മീഡിയറ്റ് പറയാൻ പറ്റുന്ന ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനടുത്തേക്ക് മാർക്കറ്റ് വരികയും വീണ്ടും ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ ഈ 24,500 മേളിലേക്ക് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളൊരു ഈ വീക്കിന്റെ ഔട്ട്ലുക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ വോൾട്ടാലിറ്റി കുറവാണ്. ബട്ട് ഡെയിലി മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ വോൾട്ടാലിറ്റി ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് കുറച്ച് താഴോട്ട് വന്നാലും അതിനെ തിരിച്ച് റീഗെയിൻ ചെയ്യാനുള്ള ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് കുറച്ചൊരു കറക്റ്റീവ് ആക്ഷൻസ് വന്നതിന് ശേഷം വീണ്ടും റീഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ അപ്പർ സൈഡ് റീഗെയിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പർ സൈഡിൽ നമ്മൾ 24,500 എബോ ആണെങ്കിൽ 24,800 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഇമ്മീഡിയറ്റ്ലി ഉണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയേക്കാൾ മുകളിലാണ്. അതിന് മുമ്പ് തന്നെ കറക്റ്റ് തുടങ്ങിയതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് 55,000 മുകളിൽ അത് പോസിറ്റീവ് ആയിരുന്നു. ബട്ട് 56,000 ഒക്കെ പോയിട്ട് അത് തിരിച്ചൊരു കറക്റ്റീവ് ആക്ഷൻസിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നത് വരുന്നുള്ളത്. കാരണം എല്ലാ ബാങ്കിന്റെയും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ ആയിരുന്നു ഏകദേശ റിസൾട്ടുകൾ. നല്ല റിസൾട്ടുകളും പോസിറ്റീവായിട്ടുള്ള മൊമെന്റം ഒക്കെ ആയിരുന്നു ബാങ്കിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കറക്റ്റീവ് ആക്ഷൻസ് നല്ലതാണ്. അവിടെ
54,000 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിന് മേളിലോട്ട് അത് വീണ്ടും കറക്റ്റ് ചെയ്യപ്പെടുമെന്ന്. കാരണം അടുത്തുള്ള ബാങ്കിങ് സൈഡിലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഒക്കെ അടുത്ത മൂവ്മെന്റ്സിന് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനോട്ട് താഴോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇമ്മീഡിയറ്റ്ലി. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ന്യൂസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ, വലിയ ഡിസ്കൗണ്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് താഴോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് 54,000 ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള 1-2 ദിവസങ്ങൾക്ക് ശേഷം പോസിറ്റീവായിട്ടുള്ള മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്രൂഡ് ഓയിൽ ഇന്ന് റീഗെയിൻ ചെയ്തു എന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള റീഗെയിൻ ആണ് നമുക്കൊരു കറക്റ്റീവ് ആക്ഷൻസിലേക്ക് വന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, ഏതായാലും ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യെസ് ബാങ്ക് ഇന്നൊരു 5% വരെ തുടക്കഘട്ടത്തിൽ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3%-ഓളമാണ് മുന്നേറ്റം വരുന്നത്. യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സുമിറ്റോമോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റെടുക്കൽ സ്റ്റേക്ക് അക്വിസിഷൻ ആണ് വരുന്നത്. 51% ഓഹരികൾ ഏറ്റെടുക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത്. ടെക്നിക്കലി നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്ത് ഒരു റോളർ കോസ്റ്റർ റൈഡിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഓഹരികളാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. പൊതുവെ കോർപ്പറേറ്റ് തലത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഇനിയും അങ്ങോട്ട് ഈ ഒരു സ്റ്റോക്കിൽ മൂവ്മെന്റിനുള്ള എല്ലാ സാധ്യതകളും പൊതുവെ വരാറുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് നോക്കുന്നത്? ഇത് ഒരു കോർപ്പറേറ്റ് ഫെയിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയല്ലേ കോർപ്പറേറ്റ് എത്തിക്സിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഈ സ്റ്റോക്സ് കുറെ കാലമായിട്ട് വളരെ പെയിൻഫുൾ ആയിട്ട് തന്നെ ഡൗൺ സൈഡിൽ നിൽക്കുന്നതാണ്. ഒരുപാട് ആളുകൾ ഹോൾഡ് ചെയ്യുന്ന റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ന്യൂസിന് മുമ്പ് തന്നെ അത് 16-നും 19-നും ഇടയിലുള്ള ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ 16 ലെവലിൽ സപ്പോർട്ടും 19 റെസിസ്റ്റൻസ് സോണുമായിട്ട് കുറച്ചു കാലമായിട്ട് ഒരു ഷോർട്ടർ പീരീഡിൽ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വന്ന ന്യൂസിനും അതിന് മുകളിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ബട്ട് അതൊരു ഇയർലി ട്രെൻഡ് തന്നെയാണ് എന്ന് നമുക്കത് അനുമാനിക്കാം. എനിക്ക് ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു കൺസോളിഡേഷൻ സ്റ്റോക്സ് മോഡലുള്ള ഒരു സ്റ്റോക്സിനെ നമുക്കൊരു അക്യുമുലേഷൻ സ്റ്റേജിലാണ്. അപ്പൊ അത് അക്യുമുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഈ ന്യൂസ് എല്ലാം സക്സസ് ആയിട്ട് പിന്നീട് വരികയാണെങ്കിൽ അടുത്ത ഒരു ഫ്രഷ് ഫണ്ടൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള പ്രൊമോട്ടറൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് വീണ്ടും പെർഫോം ചെയ്യാം. കാരണം അതിന്റെ ബേസിക് സ്ട്രക്ചർ നല്ലതാണ്. ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഉയർത്തെഴുന്നേൽപ്പാനുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രൊമോട്ടർ മാനേജ്മെന്റ് ഒക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിന്റെ ഇമ്മീഡിയറ്റ് തന്നെ വളരെ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഒരു അക്യുമുലേഷൻ സ്ട്രാറ്റജി ആയിരിക്കും നല്ലത് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിന്റെ ലോവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ മിനിമൽ ആണ്. അപ്പോൾ നമുക്കൊരു അക്യുമുലേഷൻ സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മറ്റൊരു സ്റ്റോക്ക് എന്ന് ചോദിക്കാനുള്ളത് CCL പ്രോഡക്റ്റ് ആണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഓഹരികൾ ഓൾമോസ്റ്റ് 14% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സ് തന്നെയാണ് ഇന്ന് CCLന്റെ ഷെയറിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിന്റെ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് ക്വാർട്ടറിൽ റവന്യൂ 15% അപ്പ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എബിഡയിൽ 38.2%. അങ്ങനെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സിലൊക്കെ തന്നെ ഒരു ഭേദപ്പെട്ട മുന്നേറ്റം ഈ ഒരു ക്വാർട്ടറിൽ കൊണ്ടുവരാനായിട്ട് ഈ മിഡ് ക്യാപ് കമ്പനിക്ക് സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 855 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു. 2024 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഇന്ന് 16% അപ്പായിട്ടും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഒരു സീസണൽ സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വേരിയേഷൻസ് സീസണിലാണ്. വളരെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സീസണൽ സ്റ്റോക്സ് ആണ്. നമ്മൾ അതിന് നോക്കുമ്പോൾ അത് പ്രത്യേകം ഇമ്പോർട്ടന്റ് ആണ് സീസണൽ സ്റ്റോക്സിന്. അതിന്റെ വോളിയം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. വളരെ ഹൈലി വോളറ്റൈൽ ആണ്. അത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോളിയം അല്ല ആ സ്റ്റോക്സിൽ കാണുന്നത്. ഇന്ന് വന്ന ന്യൂസിനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. പിന്നെ ഇതൊരു സീസണിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വന്ന ഹൈ ഒക്കെ സെപ്റ്റംബർ സമയങ്ങളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫെസ്റ്റിവൽ സമയങ്ങൾ അതിനോടനുബന്ധിച്ചൊക്കെ വരുന്ന സമയങ്ങളിലാണ് ഇത് ഹൈ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കറക്റ്റീവ് ആക്ഷൻസ് വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് റാലി വന്നിരിക്കുന്നു. ആ പുൾ ബാക്ക് റാലി തന്നെ നേരത്തെ വന്ന ഹൈ ഇപ്പോഴുള്ള മൂവ്മെന്റ്സിന് താഴെയാണ്. അതായത് ഇപ്പോഴുള്ള മൂവ്മെന്റ്സ് നേരത്തെ വന്ന ഹൈനേക്കാൾ മേളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആക്റ്റായിട്ട് ഞാൻ കാണുന്നു. വോളിയം വളരെ കുറവ് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റോക്സ് വോളറ്റൈലി ആണ്. അതുകൊണ്ട് സീസണൽ സ്റ്റോക്സ് ആണ്. നമുക്കത്
മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ മൂവ്മെന്റ്സിന് ഒരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാം. അഗൈൻ 700 എബോ ആണെങ്കിൽ അത് നേരത്തെ വന്നിട്ടുള്ള അഗൈൻ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. അതിന് എബോ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു അപ്പർ സൈഡ് ഹൈ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്സ് തന്നെയാണ്. ഇത് വോളറ്റാലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവ്മെന്റ്സിന് വളരെ സ്പീഡായിരിക്കും എന്നതുള്ള ഒരു അസംഷനിൽ നമുക്ക് മുന്നോട്ട് പോകാം. പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ മൂവ്മെന്റ്സിനെ കാണുന്നത്. ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കൺസേണിലുള്ളത്, വോളിയം വളരെ കുറവാണ്. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയാണ്. 3.5% ഒരു ഇടിവ് ഇന്ന് റിസൾട്ടുകൾക്ക് ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. റിസൾട്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ, മാർജിൻ, ഒപ്പം നെറ്റ് പ്രോഫിറ്റ്, എബിഡയിലടക്കം കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ഡേറ്റിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു റിസൾട്ടുകളിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ 30 ഹോട്ടലുകൾ തുറക്കാനുള്ള പദ്ധതി എന്നിവയൊക്കെ തന്നെ വരും പാതകങ്ങളിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അത്തരത്തിൽ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ സാധ്യത സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അതായത് കമ്പനി ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജിലാണ്. അതുമല്ല, ഇതിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങോട്ട് ഒരു കറക്റ്റീവ് ആക്ഷൻസ് നടന്നിട്ടുണ്ട്. അതിന്റെ ഹൈ എന്ന് പറയുന്നത് 880 അടുത്തൊക്കെ വന്നിട്ടാണ് അതിന്റെ ഒരു കറക്ഷൻസ് നടക്കുന്നത്. ഇതിന്റെ കറക്ഷൻ ഒരു 680 വരെയൊക്കെ പോയിട്ടുമുണ്ട്. അപ്പൊ നമ്മള് ഒരു റേഞ്ച് ബൗണ്ടിലേക്ക് ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. അതിന് ഫുള്ളി ഒരു പോസിറ്റീവ് ട്രെൻഡിൽ ഉണ്ടായിരുന്നതിന് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് വന്നിരിക്കണം. അതായത് അടുത്തൊരു മൂവ്മെന്റ്സ് എങ്ങോട്ടാണ് എന്നുള്ളത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് എനിക്കിപ്പോൾ ഈ സ്റ്റോക്സിനെ പറയാനായിട്ട് കഴിയുള്ളൂ. അത് ഒരു 680 ഒക്കെ വരികയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. 800 വരെയൊക്കെ പോകാനുള്ള സാധ്യത. അപ്പോൾ ഒരു 700 ബിലോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ പർച്ചേസറിനെ സംബന്ധിച്ചിടത്തോളം അത് ബൈ ചെയ്ത് വെക്കാവുന്നതാണ്. 800, 840 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയുന്നത്, അതായത് ഒരു കറക്റ്റീവ് ആക്ഷൻസ് 700 അടുത്തേക്ക് വരികയാണെങ്കിൽ അതിന് എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. വോളിയത്തിൽ വളരെ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. സോ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി, വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സ്ട്രാറ്റജിയിലായിരിക്കും നല്ലത്. അനീഷ് സർ, അതോടൊപ്പം തന്നെ നമ്മൾ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് അപ് ടു 14% ഒരു മുന്നേറ്റമാണ് പല അദാനി ലിസ്റ്റഡ് സ്പേസിലുള്ള പല അദാനി സ്റ്റോക്സിലും കാണാൻ സാധിച്ചത്. അമേരിക്കയിലെ ബ്രൈബറി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, അത് ഒഴിവാക്കാനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു വളരെ പോസിറ്റീവായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ അദാനി സ്റ്റോക്സിൽ കണ്ടത്. പക്ഷേ ഇന്ന് ആ ഒരു മുന്നേറ്റത്തിന് പിന്നാലെയുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലിസ്റ്റഡ് സ്പേസിലുള്ള എല്ലാ അദാനി ഓഹരികളിലും ഇടിവ് തന്നെയാണുള്ളത്. ഇങ്ങനെ വാർത്തകൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്സിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ താങ്കൾ ഇപ്പോൾ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പൊസിഷൻ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇത് എപ്പോഴും ന്യൂസ് ബേസിലാണ് ഇവരുടെ മൂവ്മെന്റ്സ് വരുന്നത്. ഇത് ഈ ഗ്രൂപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ അതിലെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ഒരു ചെറിയ പോസിറ്റീവ് വന്നാൽ അത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരു രീതിയിലാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവ് വരുമ്പോഴും അതെന്താന്ന് പറഞ്ഞാൽ ബേസ്, അതായത് മാസ് ആയിട്ടുള്ള ഒരു ബേസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് റിലയൻസ് പോലെ HDFC ബാങ്ക് പോലെയൊക്കെ ഒരു മാസ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതായത് ഒരു സ്റ്റോക്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വലിയൊരു കമ്പനി ആകുമ്പോൾ, അപ്പോൾ ടാറ്റയുടെ TCS അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ മാസ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവിടെ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് കുറവാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. അത് ഓവർ റിയാക്ഷനിലേക്ക് പോകാറുമുണ്ട്. വോളറ്റാലിറ്റി കൂടുന്നത് ചില സമയത്ത് നമ്മളെ ഫേവറബിൾ, അതായത് നമ്മളൊക്കെ തന്നെ വളരെ ഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. നമ്മളെ പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫേവറബിൾ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതേപോലെയുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നത് ഈ പാർട്ടിസിപ്പേഷന്റെ ബേസിലാണ്. അപ്പൊ ഞാൻ എപ്പോഴും വോളിയത്തിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ വോളിയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ, ഒരു പരിധി വരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ഈ ഒരു സ്റ്റോക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് അവിടെ ഉണ്ട്. സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സ് ഉള്ള ഒരു സ്റ്റോക്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, അദാനി. അപ്പൊ അതിന് ഞാൻ അദാനി എന്റർപ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ നൽകാനായിട്ട് സാധിക്കുന്നത്. കാരണം അതൊരു കൺസോൾട്ടേഷൻ മൂവിലേക്ക് വരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഈ
2400 500 എന്ന ലെവലിലാണ് അതിന്റെ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത്. അതേപോലെ തന്നെ 2000 ലെവലിൽ സപ്പോർട്ടാണ്. ഇത് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഇതേ ലെവലിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 2500 മുകളിലേക്ക് വരികയാണെങ്കിൽ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്സൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ കാണുന്നത് വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്, അതായത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻസ് ഒക്കെ കൂടി വരുന്നുണ്ട് എന്നതാണ് അതിൽ കാണുന്ന ഒരു പ്രത്യേകത. അപ്പൊ ഇതില് ഈ ഒരു 2500 എബോവ് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു 6-7 മാസമായിട്ട് അത് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്തൊരു 6 to 7 months ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ ന്യൂസ് സ്പേസ് അതെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സ്പെക്കുലേറ്റീവ് മൂവ്മെന്റ്സോടുകൂടി വളരെ സ്പീഡിലോട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഞാൻ കാണുന്നത്. സർ, അവസാനമായിട്ട് കൊഫോർജിന്റെ റിസൾട്ടുകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും ഒരു ഭേദപ്പെട്ട റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട റവന്യൂ, എബിഡ മാർജിൻ, നെറ്റ് പ്രോഫിറ്റിലടക്കം ഒരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാക്രോ എക്കണോമിക് അൺസർട്ടനിറ്റീസ് നിലനിൽക്കുമ്പോഴും 2026 സാമ്പത്തിക വർഷത്തിൽ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ന് 1.5% ഒരു മുന്നേറ്റത്തിലാണ് സ്റ്റോക്ക്. ഓക്കെ, ഇവിടെ 8200 എന്ന് പറയുന്ന ഒരു ലെവലില് റെസിസ്റ്റൻസ് ഉണ്ട്. വളരെ സ്റ്റിഫ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ വന്ന മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന പോസിറ്റീവ്നെസ് അവിടേക്ക് വരുമ്പോഴേക്കും റെസ്റ്റ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പർ സൈഡിൽ വരുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് മാറി നിൽക്കുക, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രീത്തിങ് പോയിന്റ്സ് വന്നതിന് ശേഷം റീ എൻട്രി ചെയ്യുക ആയിരിക്കും നല്ലതൊരു സ്ട്രാറ്റജി എന്നാണ്. ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറയാൻ 8200 അടുത്തുള്ള ഒരു വലിയ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഏപ്രില് നമ്മുടെ മാർച്ച് മാസങ്ങളിലൊക്കെ നല്ലതുപോലെ ട്രേഡ് ചെയ്യുന്ന അവിടെ നിന്ന് ഷാർപ്പ് കോൾ വന്നതിന് ശേഷം റിക്കവറി മോഡാണ്. ഈ റിക്കവറി നല്ലതാണ്, പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സലാണ് എന്ന് എനിക്ക് പറയാനായിട്ടില്ല. ബട്ട് ഈ ഒരു 8200 എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് എന്ത് ആക്ഷൻ വരുന്നത്, ഒരു കറക്റ്റീവ് മോഡാണ് വരുന്നതെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യാം. താഴോട്ട് വരുമ്പോൾ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. അല്ല, അതിന് ശേഷം നമുക്കൊരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് വരുന്നതെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് അത് സസ്റ്റെയിൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് 8200 എന്നുള്ള ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, സുരജ് സാർ, ഏതായാലും നമുക്ക് നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുൻപ് 2 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ നിന്നും എയ്തർ എനർജിയുടെ ലിസ്റ്റിംഗ് ഇന്നാണ് നടന്നിരിക്കുന്നത്. ലിസ്റ്റിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടിവോട് കൂടിയിട്ടാണ് ലിസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. 2% ഇടിവിന്റെ അല്ലെങ്കിൽ 2% പ്രീമിയത്തിൽ മാത്രമാണ് ലിസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. നിലവിലെ ഒരു കണ്ടീഷൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്തർ എനർജി 318 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ 1% ഇപ്പോഴും ഇടിവിലാണ് ഷെയർ ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓലയുമായി ബന്ധപ്പെടുത്തി എയ്തർ എനർജി ഇനി വരാനിരിക്കുന്ന സാധ്യതകൾ എങ്ങനെയാണ്, എത്തരത്തിലാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലിസ്റ്റിംഗിലടക്കം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും കാണുന്നില്ല. സാർ, ഇപ്പോഴും അതേ ഒരു സ്റ്റാൻസ് തന്നെയാണോ ഈ എയ്തറിൽ തുടരുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ IPO ഞാൻ കാണുന്നത് ഒരു ഓപ്റ്റിമം വാല്യൂഷനിൽ വരുന്ന കമ്പനി. ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ നമ്മൾ എന്തിനാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മേടിച്ചിട്ട് ഓവർ വാല്യൂഡ് ആവുമ്പോഴുള്ള ആ ഒരു വെൽത്ത് ക്രിയേഷനാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഞാൻ ബേസിക്കലി ഒരു കമ്പനിയെക്കുറിച്ച് കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ആൾക്കാർ ഒരുപാട് പേര് ഇക്കാലത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരിലൊക്കെ ഈ സ്റ്റോറിയിലാണ് വീണ് പോകുന്നത്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ സ്റ്റോറി ശരിയാണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് നല്ലൊരു സ്റ്റോറിയാണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഒഴിച്ചു വെച്ച് മാറ്റാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഈ കമ്പനികളൊക്കെ ഭാവിയിൽ നന്നാവുന്നുള്ള. പക്ഷേ ഏതാണ്ട് ഇപ്പം അതിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് 5 കൊല്ലത്തെ ഗ്രോത്തിൻ്റെ വാല്യൂഷനാണ് ഇപ്പോൾ IPO പ്രൈസ് എന്ന് പറയുന്നത്. IPO ഒരിക്കലും ഒരു കമ്പനി അണ്ടർ വാല്യൂഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിലാക്കണം. എല്ലാം ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുക. ഇപ്പോൾ CCLന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ കൺസോളിഡേറ്റഡ് കോഫി, അതൊരു കോഫി മേക്കിംഗ് കമ്മോഡിറ്റി അതായത് കമ്മോഡിറ്റി കോഫി എന്നുള്ള കമ്മോഡിറ്റി ഹാൻഡിൽ ചെയ്യണ ബിസിനസ്സാണ്. അതിന് ഒരുപാട് നെഗറ്റീവ്സ് ആയിട്ട് അത് വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുകയാണ്. അവിടെയാണ് ഈ 50% മുകളിൽ പ്രോഫിറ്റ് വന്നപ്പോഴത്തേക്കും സ്റ്റോക്ക് റീറേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 10-15% ഇന്ന് അപ്പാണെന്നോ. ഇതൊരെണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനി നമ്മൾക്ക് കിടക്കുന്ന കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസിന്റെ ആ വാല്യുവേഷൻ ഒരു അണ്ടർ വാല്യൂഡ് ലെവലിലായിരിക്കണം. പക്ഷെ IPOയിലേക്ക് വരുന്ന കമ്പനികൾ ഓൾറെഡി ഓപ്റ്റിമം വാല്യൂയോ ഹയർ വാല്യൂവിലാണോ ട്രേഡ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു ലോവർ വാല്യൂവിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ IPOനെ ശരിക്കും പറഞ്ഞത്. എന്നാൽ വേറൊരു കാര്യം കൊണ്ട് ഈ IPOയുടെ പ്രത്യേകത എന്നറിയോ, 2000 മുതൽ 2000s മുതൽ ഇന്നിപ്പോൾ 25 കൊല്ലം ഈ IPOs ബുൾ മാർക്കറ്റിലാണ് വരണമെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടാറുണ്ടെന്നുള്ളതാണ് വാസ്തവം. ബട്ട് എന്നാണോ ആ ലിക്വിഡിറ്റി ക്രഞ്ച് മാർക്കറ്റ് ഫീൽ ചെയ്യുന്നത്,
അന്ന് മുതൽ IPOന് ആ തരം പ്രീമിയം കിട്ടാറില്ല. അതുകൊണ്ടാണല്ലോ ഈ ബെയർ മാർക്കറ്റ് വരുമ്പോഴും കൺസോളിഡേറ്റഡ് മാർക്കറ്റ് വരുമ്പോഴും IPOയുടെ എണ്ണങ്ങൾ കുറയുന്നത്. എന്തുകൊണ്ടാണ് പ്രൊമോട്ടേഴ്സ് IPO പിൻവലിക്കുന്നത്? മാർക്കറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആൻ IPO എന്ന് പറയാൻ കാര്യം എന്താ? നിങ്ങൾ പറയുന്ന വാല്യുവേഷനിൽ എടുക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. അതേസമയം ബുൾ മാർക്കറ്റിന്റെ സമയത്ത് ഒരു ഫ്രണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു പബ്ലിക് റിലേഷൻസ് PR ഒരു എന്താ പറയുക ഒരു തീം ഉണ്ടാക്കി നാട്ടുകാരുടെ തലയിൽ ഇത് വച്ചു കൊടുക്കുക എന്നുള്ളത് സർവ്വസാധാരണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആത്തറിന്റെ ബിസിനസ്സിനെ അല്ല ഞാൻ എതിർക്കുന്നത്, ആത്തർ എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യുവേഷനെയാണ് ഞാൻ എതിർക്കുന്നത്. കാര്യം നമ്മളെന്നും വാല്യുവേഷന്റെ അടിമയാവണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് ആഴ്സിന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ സ്റ്റോക്ക് അനാലിസിസും അതിനപ്പുറത്തേക്കുള്ള വാർത്തകളും ടെക്നിക്കൽ ഓവർവ്യൂവും ഒക്കെ ആയിട്ട് നാളെ രാവിലെ 9:30 വീണ്ടും കാണാം.